നമസ്കാരം. ഏതൊക്കെ സർക്കാർ മാറി ഭരിച്ചാലും അതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് കരുതി അഹങ്കരിച്ചിരുന്ന ആളാണ് ADGP MR അജിത് കുമാർ. എന്നാൽ ഭരണം മാറിയപ്പോൾ ഇതാ സ്വന്തം കസേര നിലനിർത്താൻ വേണ്ടി നേതാക്കളുടെ കാലു പിടിക്കുകയല്ലാതെ മറ്റു രക്ഷയില്ലെന്ന അവസ്ഥയിലാണ് ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കസേര ഏത് നിമിഷവും തെറിക്കുമെന്ന കനത്ത ചർച്ചകൾ സർവീസിനുള്ളിൽ സജീവമായിരിക്കെ തൽക്കാലം തന്നെ ബെവ്കോ MD പദവിയിൽ നിന്നും മാറ്റരുതെന്ന് എക്സൈസ് മന്ത്രിയോട് നേരിട്ട് ചെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് MR അജിത് കുമാർ. തനിക്ക് ADGP പദവിയിൽ നിന്നും DGP ആയുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുവരെ കുറഞ്ഞത് 2 മാസമെങ്കിലും സാവകാശം അനുവദിക്കണമെന്നും തന്നോട് മാനുഷിക പരിഗണന നൽകണമെന്നുമായിരുന്നു അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. എന്നാൽ കളങ്കിതനായ ഈ ഉദ്യോഗസ്ഥനെ ബെവ്കോ CMD സ്ഥാനത്ത് നിന്നും അടിയന്തരമായി നീക്കാൻ വകുപ്പ് മന്ത്രി M ലിജു തന്നെ 2 വട്ടം മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അന്തിമ തീരുമാനമായിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിലേറിയാൽ ആദ്യം തെറിക്കുന്ന കസേര അജിത് കുമാറിന്റേതായിരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ പറഞ്ഞു നടന്നിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറി 2 മാസത്തോടടുക്കുകയാണ്. ഇതിനിടയിൽ ഇടതുപക്ഷ അനുഭാവമുള്ള പല പ്രമുഖരെയും മാറ്റി പ്രധാന സീറ്റുകളിൽ പുതിയ സർക്കാർ അനുകൂലികളെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യം തെറിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്ന അജിത് കുമാർ മാത്രം മുൻ സർക്കാർ നൽകിയ അതേ പദവിയിൽ യാതൊരുവിധ മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. തന്റെ വകുപ്പിന് കീഴിൽ സുതാര്യമായ ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ വേണ്ടി തനിക്ക് തികച്ചും വിശ്വാസയോഗ്യനായ ഒരു ഉദ്യോഗസ്ഥനെ നൽകണമെന്ന് എക്സൈസ് മന്ത്രി M ലിജു 2 തവണ മുഖ്യമന്ത്രിയോട് കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടും അജിത് കുമാർ ഇപ്പോഴും കസേരയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ പ്രതികളായ നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തന കേസിൽ അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാർ നേരിട്ട് തിരുത്തിച്ചെന്ന അതീവ ഗുരുതരമായ മൊഴികൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തൽക്കാലം സർക്കാർ മറന്നേക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിലേറി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടത്തിയ തന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ VD സതീശൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് നവകേരള യാത്രയിലെ മർദ്ദനത്തെക്കുറിച്ചുള്ള പുനരന്വേഷണം. അതുകൊണ്ട് തന്നെ ഈ പുനരന്വേഷണത്തിൽ മുഖ്യപ്രതിയായ അജിത് കുമാർ ഒടുവിൽ തല കുത്തനെ വീഴുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. നവകേരള യാത്രയിലെ ഗൺമാന്മാരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന AD തോമസ് ഇന്ന് ആലപ്പുഴയിലെ ജനപ്രതിനിധിയും MLAയുമാണ്. തന്റെ തല തല്ലിപ്പൊളിച്ച ഗൺമാന്മാരെ രക്ഷിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി കേസ് ഡയറി തിരുത്തിയ അജിത് കുമാറിനെതിരെ അതിശക്തമായ നിലപാട് AD തോമസ് MLAയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. നിരവധി ആക്ഷേപങ്ങളും വിജിലൻസ് അന്വേഷണവും ഇപ്പോഴും തുടരുമ്പോഴും യാതൊരുവിധ പോറലും ഏൽക്കാതെ പിടിച്ചു നിന്ന അജിത് കുമാറിന് നിലവിലെ കസേരയിൽ ഇളക്കം തട്ടാതെ തുടർന്നേ മതിയാവൂ. കാരണം മറ്റൊന്നുമല്ല, ADGP പദവിയിൽ നിന്നും DGP ആയി ഉയരാൻ ഇയാൾക്ക് ഇനി വെറും 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കസേര തെറിച്ചാൽ പ്രൊമോഷൻ പൂർണ്ണമായി മുടങ്ങും. അതിനാണ് ഇപ്പോൾ മന്ത്രിമാരുടെ മുന്നിൽ ചെന്ന് മാനുഷിക പരിഗണന വേണമെന്നും തന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ഇയാൾ ഈ സഹായ അഭ്യർത്ഥനയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഭരണം മാറിയപ്പോൾ പഴയ യജമാനന്മാരെ മറന്ന് പുതിയ ആളുകളുടെ കാലു പിടിച്ച് രക്ഷപ്പെടാമെന്നാണ് ഇയാൾ കരുതുന്നത്. ഇളക്കി പ്രതിഷ്ഠിക്കുന്നതിനപ്പുറം സർവീസിന് പുറത്തു നിർത്തേണ്ട ഇങ്ങനെയുള്ള കളങ്കിതരായ ഉദ്യോഗസ്ഥരെ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. ചുരുക്കത്തിൽ പഴയ സർക്കാരിന്റെ കാലത്ത് ഗുണ്ടായുസത്തിന് കുടപിടിക്കുകയും കേസ് ഡയറി വരെ തിരുത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ പുതിയ സർക്കാർ വന്നപ്പോൾ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി മാനുഷിക പരിഗണന യാചിക്കുന്ന അജിത് കുമാറിന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നയം സർക്കാർ തിരിച്ചറിയാൻ ഇനി വൈകരുത്. കുറ്റം ചെയ്തവർ എത്ര വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുക തന്നെ വേണം. നവകേരള യാത്രയിലെ പുനരന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി കേസ് ഡയറി തിരുത്തി അജിത് കുമാറിനെ തക്കതായ ശിക്ഷ ഉറപ്പാക്കി മാതൃകയാവണം ഈ സർക്കാർ.